മലപ്പുറത്തെ കാളികാവിലെ ആളെക്കൊല്ലി കടുവയെ പിടിക്കുക എന്നതാണ് ഇപ്പോൾ മുന്നിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമെന്ന് പറയുന്നത്. കാരണം ഒരു ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ഇനിയൊരു പ്രശ്നമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ആ കടുവയെ ഏത് വിധേനയും പൂട്ടുക എന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. വലിയൊരു സംഘമായിട്ടാണ് തെരച്ചിൽ തുടരുന്നത് എന്നാണ് അറിയുന്നത്. 20 പേരടങ്ങുന്ന 3 ടീമുകളാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം കാളികാവിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കടുവയെ നിരീക്ഷിക്കുന്നതിന് 50 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, 2 കൂടുകൾ വച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇന്ന് ദൗത്യ സംഘത്തിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് സ്വാലിഹിനോട് ചോദിക്കാം. സ്വാലി, ഇന്ന് ഇപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ കടുവ ദൗത്യം പുനരാരംഭിക്കുമ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഈ ക്യാമറകളിൽ എവിടെയെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ? മനു, ക്യാമറയിലെ ദൃശ്യങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഏതാണ്ട് 50 ക്യാമറകളാണ് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചിരുന്നത്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇന്ന് മറ്റ് നടപടികളിലേക്ക് കടക്കുക. 2 കൂടുകൾ സ്ഥാപിച്ചിരുന്നു. ഒന്ന് അബ്ദുൽ ഗഫൂറിനെ കടിച്ചു കൊണ്ടുപോയ ഭാഗത്തും മറ്റൊന്ന് അതിൻ്റെ തൊട്ടടുത്ത് ചേർന്നുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അതിന് സമീപത്തുമായി 2 കൂടുകൾ സ്ഥാപിച്ചിരുന്നു. രണ്ടിലും ഇന്നലെ ഈ കടുവ അകപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ ഇതിനെ വേഗത്തിൽ പിടികൂടുന്നതിന് ഇന്ന് 2 കുങ്കിയാനകളുടെയും സഹായത്തോടെയായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ ആളുകൾ ഇതിനെ വേഗം പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട വലിയ പ്രതിഷേധവുമായി ഒക്കെ നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമമാണ് ഇന്ന് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇന്ന് ഏതാണ്ട് 9 മണിയോടെ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ സ്വാലി, ഈ ദൗത്യ സംഘം ഒരു വലിയ സംഘത്തിനെയാണ് ഇപ്പോൾ ഈ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്, അല്ലേ? 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രവർത്തനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒപ്പം തന്നെ ഡോക്ടർ അരുൺ സഖ്രിയ കഴിഞ്ഞ ദിവസം അവിടെ എത്തി ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏത് നിമിഷവും മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം വന്നാൽ അതിനുവേണ്ട നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായിട്ട്. തീർച്ചയായും 20 പേരടങ്ങുന്ന 3 സംഘങ്ങളാണ് ഇത്. CCF ഉമാ ത്യാഗസുന്ദരമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ നിലമ്പൂർ DFO ധനിക് ലാലും നേതൃത്വം നൽകുന്നുണ്ട്. ഈ 3 സംഘങ്ങളിലും ഓരോ സീനിയർ വെറ്റിനറി ഡോക്ടർമാരുണ്ട്. ഡോക്ടർ അരുൺ സഖറിയ, ഡോക്ടർ അജേഷ്, അതോടൊപ്പം തന്നെ ഡോക്ടർ ശ്യാം തുടങ്ങി 3 പേരുണ്ട്. എവിടെ വെച്ച് കണ്ടാലും ഈ കടുവയുടെ സാന്നിധ്യം കണ്ടാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കുന്നതിന് പൂർണ്ണ സജ്ജമായി തന്നെയാണ് ഇന്നും തെരച്ചിൽ നടക്കുക. പ്രത്യേകിച്ച് ഇന്ന് 2 കുങ്കിയാനകളും ഇന്നലെ വൈകിട്ട് കോന്നി സുരേന്ദ്രനെ കൂടി എത്തിച്ചിരുന്നു. അങ്ങനെ 2 കുങ്കിയാനകളുടെയും സഹായത്തോടെയാണ് ഇന്ന് മുകളിലേക്ക് കയറുക. ഈ ഡാർട്ടിംഗ്, ഈ മയക്കുവെടി വെക്കുന്നതിനുള്ള ദൗത്യം ഈ ആനപ്പുറത്തിരുന്നായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി ഏതെങ്കിലും ക്യാമറയിലുണ്ടോ, ഈ 50 ക്യാമറകളിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇന്ന് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മനു, ശരി, നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ പരിശോധനകൾ മുന്നോട്ട് പോകുന്നതെന്ന്, എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഏതായാലും ദൗത്യം വളരെ ശ്രമകരമാണ്. കാരണം ഉൾക്കാടാണ്, ഒപ്പം തന്നെ കടുവയാണ്, അതീവ അപകടകാരിയായ മൃഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പിടികൂടുക എന്നത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ അതിൽ പിന്തിരിഞ്ഞു നിൽക്കുകയല്ല, മുന്നോട്ട് പോവുക തന്നെയാണ്. ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു, കൂടുകൾ വച്ചിരിക്കുന്നു, ഒപ്പം തന്നെ വിദഗ്ധ സംഘമുണ്ട്. എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ജീവനെടുക്കാതിരിക്കട്ടെ, ഇനി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം മൃഗങ്ങളാണ്, എന്താണ് എപ്പോഴാണ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല.